എത്ര പറഞ്ഞാലും മനസ്സിലാവും. ഈ ഒരു കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ് വീട്ടുകാർ. സത്യം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളൊരു പെര പണയുമ്പോൾ ഫസ്റ്റ് ഇപ്പോൾ പ്ലാനിങ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളൊരു എന്താ പറയുക എഞ്ചിനീയറിനെ കണ്ട് പ്ലാൻ ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ഒരു മൂലവരും അത് ഇതൊക്കെ നമ്മൾ എന്താ പറയാ നമ്മുടെ മതപരമായിട്ടും അല്ലാതെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് വീട് പണിയുന്നത്. ഈ ക്ലോസറ്റ് കാര്യം വരുമ്പോഴും ആ അറ്റം വരുമ്പോൾ ഒരു ഇല്ലാത്ത അല്ലെങ്കിൽ വീതി കുറഞ്ഞ അല്ലെങ്കിൽ പക്കിയ സ്പേസ് അവിടെ ഉള്ളൂ എന്ന് വരുമ്പോൾ ഈ ക്ലോസറ്റ് വരും. അപ്പോൾ പറയും തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കിബിലക്ക് നേരെ. എന്റെ മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ കിബിലക്ക് നേരെ ഈ ക്ലോസറ്റ് വെക്കരുത്, കിബിലക്ക് മുന്നിട്ട് നിൽക്കരുത് അല്ലെങ്കിൽ വെക്കരുത് എന്നുള്ളതാണ്. പക്ഷെ ഞാനത് എന്റെ ഈ കാലം മുതൽ ഞാൻ ക്ലോസറ്റ് വെക്കുന്ന കാലം മുതൽ വീട്ടുകാരാണെങ്കിലും എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ വീട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ പറയാറുണ്ട് കിബിലക്ക് നേരെ ഈ പടിഞ്ഞാറ് തെക്ക് അതിന്റെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്റെ മതപരമായിട്ട് നോക്കിയത് ഈ കിബിലക്ക് നേരെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചിടത്തോളം അറിഞ്ഞിടത്തോളം ഇത്ര വർഷത്തില് ഇതുപോലെ തന്നെ ഇവർ പണ്ഡിതന്മാര് അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാര് പറയുന്നതാണ് പറയുന്നത്. ഓൾമോസ്റ്റ് അവരുടെ ചോദിച്ചു പറയുന്നത് ഒരു മതം മതി എന്നാണ്. നമ്മൾ ഇരിക്കുന്ന വിസർജന അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന നമ്മുടെ ആ ഒരു ക്ലോസറ്റ് വെക്കുന്നതിന് ഒരു മറ ഉണ്ടെങ്കിൽ നമുക്കവിടെ കാര്യം സാധിക്കും. ഈ പണ്ട് കാലങ്ങളിൽ നമുക്കറിയില്ല എങ്ങനെയാണ് ഈ മറ ഇല്ലാതെ ഇരുന്ന സാഹചര്യത്തിൽ എന്താണെന്നൊന്നും ചോദ്യമില്ല. വീട്ടുകാരാണ് ഓരോരുത്തരുടെ കൺസെപ്റ്റാണ്, അവരുടെ ഇഷ്ടമാണ്, അവർ പറയുന്നത് നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്യും, അല്ലാത്തൊരു തള്ളിക്കളയും. അതങ്ങനെ വെച്ചാൽ മതി എന്നുള്ള നിർബന്ധം. അപ്പൊ നമ്മൾ വെച്ചു കൊടുക്കണം, നമ്മൾ പണിയെടുക്കണം, നമ്മൾ ചെയ്ത് കൊടുക്കുക, അതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പൊ എന്റെ ഒരു സംശയം അതാണ്. ഇപ്പൊ തെക്ക് പഠിക്കാൻ ഇപ്പൊ തെക്ക് ഇരിക്കുന്ന ഒരു ക്ലോസറ്റാണ്. ഇപ്പൊ ഓൾറെഡി ഇത് മറയുണ്ട്. അപ്പൊ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വെക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ ഈ പറഞ്ഞ മാതിരി ഇവിടെ ഷവർ, ഇവിടെ ഇത് എന്താ വാഷ് ബേസും വരുന്നുണ്ട്, ഷവർ വരുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്. അപ്പോ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഒരുപാട് പേര് സംശയമാണല്ലോ ഈ ക്ലോസറ്റ് വയ്ക്കുമ്പോൾ സംശയമാണ്. തെക്ക് പടിഞ്ഞാറ് വെച്ച വിഷയമുണ്ടോ, കിബിലക്ക് നേരെ വെച്ച വിഷയമുണ്ട്. എന്റെ റിലേഷൻ അനുസരിച്ച്, എന്റെ മതം അനുസരിച്ച് ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ ചോദിച്ചിടത്തോളം പറഞ്ഞത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലോസറ്റ് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് കിബിലക്ക് ആണെങ്കിൽ കൂടി ഒരു മറയുണ്ടെങ്കിൽ ഓക്കെയാണ് എന്നാണ് പലരും പല ചിന്താഗതിയാണ്. അപ്പൊ അത് കുറ്റപ്പെടുത്താൻ നൽകിയതല്ലാട്ടോ നമ്മൾ പറഞ്ഞത്. ഈ ഒരു കാര്യത്തിൽ എന്നും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. തെക്ക് പടിഞ്ഞാറാണോ നിങ്ങൾ ക്ലോസറ്റ് വെച്ചിരിക്കുന്നത്, കിബിലക്ക് നേരെയാണോ വെച്ചിരിക്കുന്നത്, അതാണിതാ. അപ്പൊ അത് സ്വാഭാവികമായിട്ട് വീട്ടുകാർ ചോദ്യം ചെയ്യുന്നതാണ്. ഇപ്പൊ കഞ്ഞിമൂല, നമ്മുടെ കഞ്ഞിമൂലയിൽ ഒന്നും ചെയ്യരുത് എന്നുള്ളൊരു ചിന്താഗതി അത് ചെയ്യാറില്ല. സാധാരണ ഒരു വീടുകളിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാര്യമേ അവിടെ ആ ഒരു ഭാഗത്ത് ഒന്നും തന്നെ ചെയ്യില്ല. വേസ്റ്റ് പോലും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇതുപോലുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ റിലേഷൻ അനുസരിച്ച് ഈ വിഷയങ്ങളൊന്നും വന്നിട്ടില്ല എന്നവരെ ചിലയിടത്ത് ക്ലോസറ്റ് മാറ്റിയിട്ടോ. പച്ച ക്ലോസറ്റ് അവിടെ നിന്ന് എടുത്ത് മാറ്റി വീണ്ടും അടുത്തടുത്ത് കട്ട് ചെയ്ത് പേപ്പിട്ട് ആദ്യം വന്ന് അവർ ഓക്കെ പറഞ്ഞു. പിന്നെ രണ്ടാമത് വരുമ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ആരെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മാറ്റി. ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ കൂടുതൽ പണിയൊന്നുമില്ല, ക്ലോസറ്റ് വയ്ക്കാൻ റിസ്ക് ഒന്നുമില്ല. പക്ഷെ ഇത് വച്ച് കഴിഞ്ഞിട്ട് മാറ്റുക റിസ്ക് ആണ്. അതിന് മുന്നേ മാക്സിമം വീട്ടുകാരുടെ അടുത്ത് ചോദിച്ച് കാര്യങ്ങൾ നിങ്ങൾ അത് ചെയ്യുന്നതിന് മുമ്പ് ഏതൊരു പണ്ഡിതത്തിന്റെ അടുത്ത് വന്നു അങ്ങനെ വിശ്വാസപ്രകാരമുള്ള ആരുടെ അടുത്തൊക്കെ ഇങ്ങനെ മറയുണ്ടേക്ക് വെച്ച കുഴപ്പമുണ്ടോ എന്ന് ചിന്തിച്ചു. എന്താ പറയുക, ചില സ്ഥലങ്ങളിൽ വച്ചു പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആളുന്നില്ല. ഈ സ്ഥലമില്ലാതെ വരുമ്പോൾ അതങ്ങനെ വെച്ചു അവർക്കൊരു വിഷയമില്ല. ഇനി ഏറ്റവും കൂടുതൽ വിശ്വാസമായിട്ട് മറ്റൊന്നും ഒരു മിഡിൽ ക്ലാസ് താഴേക്കുള്ളവർ, മിഡിൽ ക്ലാസിന്റെ മുകളിലേക്കും മിഡിൽ ക്ലാസ് ഒക്കെ വരുന്നവരാണ് ഈ ഒരു കാര്യത്തിൽ കടപ്പെടുത്തി പിടിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നത്.